ഞായറാഴ്ചയിൽ മംഗലത്തിന് ബിരിയാണി വെക്കണേ. മുല്ലാൻ്റെ അടുത്ത് കോയക്കനെ സഹായിക്കാൻ പോവും. അത്ര കഷ്ടപ്പെട്ടിട്ടാ ഉമ്മ എന്നെ മാനിക് ദിനാറിൽ നഴ്സാവാൻ അയച്ചത്. കഴിഞ്ഞ കൊല്ലം ഉമ്മ മരിച്ച്. അപ്പോൾ ഫാത്തിമേനെ കെട്ടി നടന്ന എങ്ങനെയാ? അത് പള്ളിക്കാരി കണ്ടെന്ന് പോയി ആപ്പിളയാ. ആകെ 3 മാസം എൻ്റെ ഒപ്പം കൂടിയത്. ഒരു ചായ സാധനം എൻ്റെ കയ്യിൽ പൊന്നുണ്ടായിന്. അതുകൊണ്ട് ഏടയ്ക്ക് പോയി കളഞ്ഞു. അപ്പോൾ ദുബായിലാണ് ഡോക്ടറോട് പറഞ്ഞത്? അത് അവരോട് അങ്ങനെ പറഞ്ഞത്. എന്തിനാ എല്ലാരോടും എല്ലാം ചൊല്ലണ? ഭർത്താവിനെ പറ്റി അന്വേഷിച്ചില്ലേ? കേട്ട് നോക്കിന്. അറിയുമ്പോ അവന് നാട് നടന്ന് പെണ്ണ് കെട്ടലാനും പണിന്ന്. ആളുടെ പേരെന്താ? കാതർ. ഖാദർ മാടായിക്കാരനാ? ആടയ്ക്കൊന്നും പോണമെന്നില്ല. ഇത് വേറെ ജാഗ വേറെ സ്ഥലമൊന്ന്. ഓ അല്ല, ആരത് മാടായിക്കാരൻ കാതർ? പണ്ട് ചെറുപ്പത്തിൽ മദ്രസയിൽ പഠിക്കുമ്പം എനിക്കൊരു കൂട്ടുണ്ടായിരുന്നു, ഒരു ഫാത്തിമ. നിന്നെ പോലെ തന്നെ ഒരു മൊഞ്ചത്തിയാണ്. +2 ശേഷം അവളെ ഒരുത്തൻ കെട്ടിക്കൊണ്ടുപോയി, ഒരു മാടായിക്കാരൻ ഖാദർ. ആ പഹയൻ തന്നെയാണോ വീണ്ടും വന്നതെന്ന് വിചാരിച്ച് ഞാൻ ചോദിച്ചു പോയതാ. ഞാൻ പോന്നു. ആ ഹെഡ്നസ് ഇപ്പൊ ബന്ദ്ര. ചായ. ചായ. ഓക്കെ, കുഞ്ഞിനെ നിങ്ങൾ ദത്തെടുക്കുമായിരിക്കും. പക്ഷേ ഇവക്ക് താഴെയായി 3 പെൺകുട്ടികൾ കൂടിയുണ്ട് ഞങ്ങൾക്ക്. അവക്ക് പ്രസവിക്കണം പോലും. 17-ാം വയസ്സിൽ ഒരു അമ്മ. No, I'm 18. കണ്ടില്ലേ അവളുടെ ഒരു അഹങ്കാരം? അല്ലെങ്കിൽ ആരാണെന്നെങ്കിലും അവക്ക് പറഞ്ഞൂടെ? അവളെ ഇത്രയും കാലം നമ്മൾ വളർത്തിയതല്ലേ? മോള് ഡാഡിയോട് പറ. ഏതെങ്കിലും ഫ്രണ്ട്സ് ആണോ? വേറെ മതമോ ജാതിയോ ഒന്നും മോൾ പ്രശ്നമാക്കണ്ട. അല്ലെങ്കിൽ കല്യാണം കഴിച്ച വേറെ ആരെങ്കിലും ആണോ? എടീ, അല്ലെങ്കിൽ ഡോക്ടറിനെ അവളെ പറഞ്ഞ് മനസ്സിലാക്ക്. ആരാണെന്നൊന്നും അവൾ പറയണ്ട. ഒരു അബോർഷൻ എല്ലാവരുടെയും നല്ലതിന്, അവളുടെയും മറ്റെല്ലാവരുടെയും. നീ എന്താ ഒന്നും മിണ്ടാതിരിക്കണേ? നിനക്കൊന്നും പറയാനില്ലേ? ഞാനെന്ത് പറയാനാ? അല്ലെങ്കിൽ നിന്നെ പറഞ്ഞാൽ മതിയല്ലോ. അമ്മമാരാ പെൺകുട്ടികളെ കൂടുതൽ ശ്രദ്ധിക്കേണ്ട. അതെങ്ങനെയാ? സി മിസ്റ്റർ വർഗീസ്, ബഹളം വെച്ചുകൊണ്ടോ കുറ്റപ്പെടുത്തിയോണ്ടോ ഈ പ്രശ്നത്തിന് സൊല്യൂഷൻ ഉണ്ടാകാൻ പോകുന്നില്ല. ഞാൻ എല്ലാ കാര്യങ്ങളും ഹോസ്പിറ്റലിൽ വെച്ച് പറഞ്ഞിരുന്നതല്ലേ. അബോർഷൻ ഇനി അത് പ്രാക്ടിക്കൽ അല്ല. 4 മാസം പ്രായമുള്ളൊരു ഭ്രൂണ കുട്ടിയുടെ വയറ്റ് വളരുന്നുണ്ട്. ഒരു ഗൈനക്കോളജിസ്റ്റും ഈ സ്റ്റേജിൽ ഒരു അബോർഷൻ പ്രിഫർ ചെയ്യില്ല. ബിക്കോസ് ഷീ ഈസ് ടു യങ്. എങ്കിൽ എല്ലാവർക്കും കുറച്ച് വിഷം വാങ്ങി തിന്നാം. നമ്മൾ സംസാരിച്ചിരുന്ന പോലെ നിങ്ങൾക്ക് എല്ലാവർക്കും സ്വീകാര്യമാണെങ്കിൽ സൈറ എൻ്റെ വീട്ടിൽ വന്ന് നിൽക്കട്ടെ. അവിടെ അവളെ നോക്കാനായിട്ട് സൂസനുണ്ട്, ഞാനുണ്ട്. പിന്നെ അവൾക്ക് ഇപ്പോൾ ആവശ്യമുള്ള എല്ലാ കെയറും കിട്ടും. ലുക്ക്,
നാട്ടുകാരും കൂട്ടുകാരും ഒക്കെ ഇത് അറിയാതിരിക്കാൻ അതാ നല്ലത്. നിങ്ങൾക്ക് മാത്രമായിട്ട് എപ്പോൾ ആണെന്ന് വെച്ചാൽ അവളെ ഒന്ന് കാണുകയും ചെയ്യാം. ഹലോ അനു, നീ എന്താ ഫോൺ എടുക്കാത്തെ? ഞാൻ എത്രയും പെട്ടെന്ന് വരാമെന്ന് പറഞ്ഞില്ലേ? അതറിഞ്ഞ നിമിഷം മുതൽ ഞാൻ നിന്നെ വിളിക്കണമെന്ന് വിചാരിച്ചതാ. പക്ഷേ എന്തായാലും ഞാൻ നാളെ കൊച്ചിയിലെത്തും. ഡോക്ടർ ശരത്ത് എൻ്റെ ഒരു ഫ്രണ്ടാ, ആരും അറിയില്ല. നമുക്ക് അങ്ങോട്ട് പോവാം. You mean abortion? യെസ്, അല്ലാതെ മറ്റു വഴികളില്ലല്ലോ. എത്ര മാസം ഇത് ഒളിപ്പിക്കാനാവും? അതുമാത്രമല്ല, ഒരു രോഗിയായ ഹരിക്ക് കൊടുക്കാവുന്ന ഏറ്റവും വലിയ ശിക്ഷയായിരിക്കും ഇത്. എനിക്കറിയാം, നിനക്ക് നിന്റെ ആ മുറപ്പെണ്ണിനെയും കെട്ടി സുഖമായി ജീവിക്കണം. എല്ലാ ജാരന്മാരും അവസാനം കൈ കഴുകുന്ന അറിഞ്ഞിട്ടും പിന്നെയും എന്നെപ്പോലുള്ളവർ വലയിൽ വീണുകൊണ്ടേയിരിക്കും. ബട്ട് ദർ ഇസ് എ ബിസിനസ്. What? What do you mean? ഹരി ഏത് നിമിഷവും മരണപ്പെട്ടേക്കാവുന്ന സ്റ്റേജിലാണ്. എനിക്കിപ്പോൾ ആവശ്യം ഹരിയുടെ പേരിലൊരു കുഞ്ഞാണ്, ഹരിയുടെ സ്വത്തുക്കളുടെ ഏക അവകാശി. അനു, നീ എന്തായി പറഞ്ഞു വരുന്നത്? നിനക്ക് തീരുമാനിക്കാം. എൻ്റെ കൂടെ നിന്നാൽ നിനക്ക് നഷ്ടപ്പെടുന്നത് നിന്റെ ആ പ്രണയം മാത്രം. പകരം നിനക്ക് ലഭിക്കുന്നത് 3 സൗഭാഗ്യങ്ങൾ. എൻ്റെ കൂടെയുള്ളൊരു ജീവിതം, നിന്റെ രക്തത്തിൽ പിറന്ന കുഞ്ഞ്, പിന്നെ ജീവിതകാലം മുഴുവൻ സുഖിച്ച് കഴിയാനായി ഹരിയുടെ സ്വത്തുക്കൾ. അനു, ഹലോ. അനു, ഒന്നിങ്ങ് വന്നേ. ഏയ്, വേർ ആർ യു? സാം വിളിച്ചിരുന്നു ബാംഗ്ലൂരിൽ നിന്ന്. സി, ഡോക്ടർ ചെറിയാൻ ഫിലിപ്പ് അമേരിക്കയിൽ നിന്ന് വരുന്നു. ഇവിടുത്തെ അദ്ദേഹത്തിൻ്റെ ഹോസ്പിറ്റലിലേക്ക്. നിനക്കറിയോ, നമ്മൾ പോലും അറിയാതെ എൻ്റെ മെഡിക്കൽ റിപ്പോർട്ട് സാം അയാൾക്ക് മെയിൽ ചെയ്തിരുന്നു അത്രേ. എന്നെ കാണാൻ ഡോക്ടർ താല്പര്യം പ്രകടിപ്പിച്ചു. സാം കെട്ടാൻ പോകുന്ന പെണ്ണിൻ്റെ ഒരകന്ന ബന്ധുവാ ഈ ഡോക്ടർ. ആളെക്കുറിച്ച് ഞാനും ധാരാളം കേട്ടിട്ടുണ്ട്. ഐ ഹേർഡ് ഹീ ഈസ് എക്സ്ട്രീംലി ബ്രില്യൻറ്റ്. എല്ലാം നന്നായി വരും. എനിക്കും ഒരു പ്രതീക്ഷ പോലെ.